കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മള് രണ്ടാമത്തെ സ്കന്ധം ഒന്നാമത്തെ അധ്യായത്തില് ആ ഭഗവത് സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യപടി അധ്യായത്തിലെ 4 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ എടുത്തത്. ഇന്നലെ 2, 3, 4 ശ്ലോകങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഇന്നലെ ഗൃഹമേധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ലൗകിക കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗൃഹമേധികളെ കുറിച്ചാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അത്തരത്തിലുള്ളവര് എന്താണ്? ആത്മതത്വത്തെ കുറിച്ച് അറിവില്ലാത്തവരാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കാണാൻ കഴിയാത്ത അന്ധന്മാരെ പോലെയാണ് ആരെന്ന് പറഞ്ഞു? ഗൃഹമേധികൾ എന്ന് പറഞ്ഞു. ഇവർക്ക് കേൾക്കാനായിട്ടും അറിയാനായിട്ടും ആയിരക്കണക്കിന് ലൗകിക വിഷയങ്ങൾ ഉണ്ടാകും. പക്ഷെ അവരെന്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? ജന്മമൃത്യു ജരാവ്യാധികളെ കുറിച്ചൊന്നും, അതായത് ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തവരാണ് ആര്? ഗൃഹമേധികൾ. അതിനെ കുറിച്ചാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? കുടുംബകാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ള ഗൃഹസ്ഥരുടെ ദിനചര്യയെ കുറിച്ചാണ് നമ്മൾ ആ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് എന്താ പറഞ്ഞത്? അവരുടെ ഓരോ ദിവസവും എന്താ പറയുക, ഓരോ ദിവസവും അവരുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞു. അവർ ഉറക്കത്തിനും അവരിതേപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങൾക്കും വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നവരാണ്. പകല് സമയം ധനസമ്പാദനത്തിനും അതുപോലെ തന്നെ കുടുംബത്തെ പരിപാലിക്കുന്നതിനുമായിട്ടും ചിലവഴിക്കുന്നവരാണ് ഇവരെന്നാണ് പറയുന്നത്. ഗൃഹമേധികൾ ഗൃഹസ്ഥരെ കുറിച്ച്, അതായത് കുടുംബകാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ള ഗൃഹസ്ഥരുടെ ദിനചര്യയാണ് അവിടെ പറയുന്നത്. ഇത്തരത്തില് വിലപ്പെട്ട സമയം നമ്മൾ വിലപ്പെട്ട ആ മനുഷ്യജീവിതം ആത്മീയ നേട്ടങ്ങളൊന്നും ഇല്ലാതെ പാഴാക്കി കളയുന്നു എന്നാണ് ഇവിടെ ആര് പറയുന്നത്? ശുകദേവ ഗോസ്വാമി പറയുന്നത്. ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ധനസമ്പാദനത്തിനായിട്ടും ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടും നമ്മൾ പാഴാക്കി കളയാണ്. മനുഷ്യ ജീവിതം ദുർലഭമായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ ഒരു മനുഷ്യജന്മം. അത് നമ്മൾ പാഴാക്കി കളയാണെന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നാലാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തന്റെ ഭാര്യ, അതുപോലെ തന്നെ ശരീരം, മക്കള് തുടങ്ങിയതൊക്കെ ഒരു സൈന്യത്തെ പോലെയാണ് എന്നാണ് പറയുന്നത് ഇത്തരക്കാര് കാണുന്നത്. അതായത് എന്ത് മനസ്സിലാക്കുന്നില്ല? നമ്മളെ മുന്നിൽ അതിന്റെ നാശം സംഭവിക്കുന്നത് കൺമുന്നിൽ കണ്ടിട്ടും, അതായത് മരണം മുന്നിൽ കണ്ടിട്ടും ഈ തോൽക്കുന്ന സൈന്യത്തിലുള്ള സ്നേഹത്തിന്റെ
എന്താ പറയാ അതിയായ സ്നേഹം കൊണ്ട് എന്താ ചെയ്യണ യഥാർത്ഥ പ്രശ്നങ്ങളെ, ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ തിരിച്ചറിയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. ഭൗതിക ലോകത്തുള്ള അമിതമായ ആവേശം കാരണം മനുഷ്യ ജീവിതത്തിന്റെ വിലപ്പെട്ട ആ ഒരു എന്താ പറയാ സത്വം അത് നഷ്ടപ്പെടുത്തി കളയാണ് ചെയ്യുന്നത്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇത് 4-ാമത്തെ ശ്ലോകത്തില് നമ്മൾ കാണുന്നത്. അപ്പൊ അതായത് അവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, മനുഷ്യ ജീവിതത്തിന്റെ സർവശക്തിയും മൃതശരീരത്തെ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വൃഥ നമ്മൾ പാഴാക്കി കളയുന്നതായിട്ടാണ് ആര് പറയുന്നത്? ശുകദേവ ഗോസ്വാമി പറയുന്നത്. ആത്മതത്വത്തെ കുറിച്ച് അറിവില്ലാത്ത വ്യക്തികളെ തെറ്റായ രീതിയിൽ നയിക്കപ്പെടാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഭഗവാന്റെ ഭക്തന്മാരാണെങ്കിലോ ആ പരിപൂർണ ജ്ഞാനം ഉള്ളത് കൊണ്ട്, അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ച് പരിപൂർണമായിട്ടുള്ള അറിവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് സാധിക്കും? സാക്ഷാത്കാരത്തിന് അവർ ശ്രമിക്കുന്നത് മാത്രമല്ല, ആത്മതത്വജ്ഞാനത്തിന് തത്വജ്ഞാനം ഉള്ളത് കൊണ്ട് അവർക്ക് ഒരിക്കലും സംഭ്രാന്തി അനുഭവപ്പെടുന്നില്ല. അപ്പൊ അത്രയും ആണ് നമ്മൾ ഇന്നലെ 4-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകം. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് ശുകദേവ ഗോസ്വാമി പറയുന്നത്? 5-ാമത്തെ ശ്ലോകം നോക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാനീശ്വരോ ഹരിഃ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാ ഭയം. അതുകൊണ്ട് എന്ത് ചെയ്യണം? തസ്മാത് ഭാരത സർവാത്മാ ഭഗവാനീശ്വരോ ഹരിഃ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാ ഭയം. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഭാരത സർവാത്മാ ഭഗവാനീശ്വരോ ഹരി ഭാരത സർവാത്മ ഭഗവാനീശ്വര ഭഗവാനീശ്വര ഹരി ശ്രോതവ്യശ്ചതോയോ. ഹരേ കൃഷ്ണ. തസ്മാത് ഇക്കാരണത്താൽ ഭാരത അല്ലയോ ഭാരത വംശജ സർവാത്മാ പരമാത്മാവ് ഭഗവാൻ ഈശ്വര നിയന്താവ് ഹരി സർവ്വദുരിതങ്ങളും അകറ്റുന്ന ഭഗവാൻ ഹരി ശ്രോതവ്യ ശ്രവിക്കണം, കീർത്തിതവ്യ പ്രകീർത്തിക്കണം, ച കൂടെ സ്മർത്തവ്യ സ്മരിക്കണം, ച ഒപ്പം, ഇച്ഛത ആഗ്രഹമുള്ളവൻ, അഭയം സ്വാതന്ത്ര്യം. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം. അല്ലയോ ഭാരത വംശജ, സർവ്വദുരിതങ്ങളിൽ നിന്നും മുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ നിശ്ചയമായും സർവ്വദുരിത നിവാരകനും നിയന്താവും പരമാത്മാവുമായ പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് ശ്രവിക്കുകയും സ്മരിക്കുകയും കീർത്തിക്കുകയും വേണം. അപ്പൊ ശുകദേവ മഹർഷി പറയുന്നത് എന്താണ്? അതുകൊണ്ട് എന്താ വേണ്ടത്? ഭാരതവംശജ, സർവ്വദുരിതങ്ങളിൽ നിന്നും മുക്തനാകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിശ്ചയമായിട്ടും എന്ത് ചെയ്യണം? പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് ശ്രവിക്കണം, സ്മരിക്കണം, കീർത്തിക്കണം എന്നാ പറയുന്നത്. ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, കീർത്തിക്കുക, സ്മരിക്കുക. ഇപ്പൊ ഈ 3 കാര്യങ്ങളും നമുക്ക് എന്തിലൂടെ സാധിക്കുന്നുണ്ട്? നാമജപത്തിലൂടെ നമുക്ക് സാധിക്കും അല്ലെ? ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നുണ്ട്, കീർത്തിക്കുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട്. ഇത് 3 നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ എന്തിലൂടെ സാധിക്കും? നാമജപത്തിലൂടെ നമുക്ക് സാധിക്കും. അപ്പൊ ശുകദേവ മഹർഷി പറയുന്നത് അതാണ്, സർവ്വദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആ ദുരിതങ്ങളുടെ നിവാരകനായിട്ടുള്ള ആ പരമാത്മാവായിട്ടുള്ള പരമനിയന്താവായിട്ടുള്ള പരമപുരുഷനെ കുറിച്ച് ശ്രവിക്കുക, കീർത്തിക്കുക, സ്മരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭൗതികതയോട് വളരെയധികം അഭിനിവേശമുള്ള വിഡ്ഢികളായ മനുഷ്യർ ഉറങ്ങിയും ലൈംഗിക ജീവിതത്തിൽ ആസക്തരായും സാമ്പത്തിക ഉന്നമനത്തിനായി കഠിനാധ്വാനം ചെയ്തും ഒരു സംഘം ബന്ധുജനങ്ങളെ സംരക്ഷിച്ചും ഭൗതിക അഭിവൃദ്ധി കൈവരിക്കുന്നതിനായി തങ്ങളുടെ വിലപ്പെട്ട സമയം എപ്രകാരമാണ് വൃഥാ പാഴാക്കി കളയുന്നതെന്ന് മുൻ ശ്ലോകത്തിൽ ശ്രീ ശുകദേവ ഗോസ്വാമി വിശദീകരിച്ചു.
ഇവിധമുള്ള എല്ലാ ഭൗതിക പ്രവൃത്തികളിലും വ്യാപൃതരായിക്കൊണ്ട് ജീവാത്മാവ് സ്വയം ഫലോദിഷ്ട കർമ്മബന്ധ ചക്ര നിയമത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഇത് ജലജീവികൾ, സസ്യങ്ങൾ, ഉരകങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, അപരിഷ്കൃത മനുഷ്യർ കാമ്യകർമ്മ ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരമായ ഈ ജന്മം കിട്ടിയ മനുഷ്യർ എന്നിങ്ങനെ 84 ലക്ഷം ജീവിവർഗങ്ങളിൽ ജനന മരണ ശൃംഖല ആവശ്യമാക്കി തീർക്കുന്നു. അപ്പോൾ അതിനാൽ ഈ ദുഷിച്ച ശൃംഖലയിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്ന പക്ഷം ഒരുവൻ നല്ലതും ചീത്തയുമായ സ്വപ്രവർത്തികളുടെ ഫലം ആസ്വദിക്കണമെന്ന് ആഗ്രഹത്തോടെയുള്ള ജീവിതത്തിന് അല്ലെങ്കിൽ കാമ്യകർമ്മി എന്ന നിലയ്ക്കുള്ള സ്വജീവിതത്തിന് വിരാമമിടേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഭക്തിയോട് വളരെയധികം അഭിനിവേശമുള്ള വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉറങ്ങിയും ലൈംഗിക ജീവിതത്തിൽ ആസക്തരായിക്കൊണ്ടും സാമ്പത്തിക ഉന്നമനത്തിനായിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടും ബന്ധുജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും ഭൗതിക അഭിവൃദ്ധി കൈവരിക്കുന്നതിനായിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നതാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തില് ശുകദേവ മഹർഷി പറഞ്ഞു. ഇത്തരത്തിലുള്ള എല്ലാ ഭൗതിക പ്രവർത്തികളും വ്യാപൃതരായിക്കൊണ്ട് ജീവാത്മാവ് സ്വയം ഫലോദിഷ്ട കർമ്മബന്ധ ചക്രത്തിന്റെ നിയമത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭൗതികമായ പ്രവർത്തികളിലെല്ലാം വ്യാപൃതരായിക്കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഫലോദിഷ്ട കർമ്മബന്ധ ചക്രത്തില് കുരുങ്ങിക്കിടക്കുകയാണ് ജീവാത്മാവ്. ഇത് ജലജീവികൾ, സസ്യങ്ങൾ, ഉരകങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, അപരിഷ്കൃത മനുഷ്യർ കാമ്യകർമ്മ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരമായ ഈ ജന്മം കിട്ടിയ മനുഷ്യർ എന്നിങ്ങനെ 84 ലക്ഷം ജീവിവർഗങ്ങളിൽ ജനന മരണ ശൃംഖല ആവശ്യമാക്കി തീർക്കുന്നു. അപ്പൊ ഇത്തരത്തില് നമ്മൾ കർമ്മം ചെയ്യുന്നതിന്റെ ഫലം എന്താ സംഭവിക്കുന്നത്? കർമ്മബന്ധനത്തിൽ വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ വരും? ജലജീവികൾ 54 ലക്ഷം ജീവജാലങ്ങളില് ഏതിലൂടെ നമുക്ക് ഈ എന്ത് സാധിക്കാണ്? നമ്മൾ ആ ജന്മം എടുത്തുകൊണ്ട് ആ ജനന മരണ ശൃംഖല ആവശ്യമാക്കി തീർക്കാണ് ചെയ്യുന്നത്. ഇതിൽ മനുഷ്യനായിട്ട് മാത്രമല്ല ജലജീവികളായിട്ടാം, സസ്യങ്ങളാകാം, ഉരകങ്ങളാകാം, പക്ഷികളാകാം, മൃഗങ്ങളാകാം, അപരിഷ്കൃത മനുഷ്യരാകാം, പിന്നെ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്ന കാമ്യകർമ്മ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമായിട്ടുള്ള ഈ ജന്മം കിട്ടിയ മനുഷ്യര്. അങ്ങനെ 84 ലക്ഷം ജീവിവർഗങ്ങളില് ഇതിൽ വന്നിട്ട് നമ്മൾ ജന്മമെടുക്കും. ഈ ജനന മരണ ശൃംഖല ആവശ്യമാക്കി തീർക്കാണ്. അതിനാൽ ഈ ദുഷിച്ച ശൃംഖലയിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരുവൻ നല്ലതും ചീത്തയുമായ സ്വപ്രവർത്തികളുടെ ഫലം ആസ്വദിക്കണമെന്ന ആഗ്രഹത്തോടെയുള്ള ജീവിതത്തിന്, അതല്ല കാമ്യകർമ്മി എന്ന നിലയ്ക്കുള്ള സ്വജീവിതത്തിന് വിരാമമിടേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം അത് നമ്മൾ മാറ്റിവെക്കണം. അതല്ലെങ്കിൽ കാമ്യകർമ്മം എന്ന് വെച്ചാൽ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്ന നിലയ്ക്കുള്ള സ്വന്തം ജീവിതത്തിന് നമ്മൾ അവസാനം ഇടേണ്ടത് അത്യാവശ്യമാണ്. ഒരുവൻ സ്വന്തം നിലയിൽ നല്ലതും ചീത്തയുമായ യാതൊന്നും തന്നെ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അപ്പോ ഒരു വ്യക്തി സ്വന്തം നിലയിൽ എന്ത് ചെയ്യാൻ പാടില്ല? നല്ലതായാലും ചീത്തയായാലും അങ്ങനത്തെ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പാടില്ല. എന്നുവെച്ചാൽ ചീത്തയും നല്ലതും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അതിന്റെ ഫലങ്ങൾ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. എന്നാൽ സർവ്വ സൃഷ്ടിയുടെയും പരമനിയന്താവായ അഥവാ അന്തിമ ഉടമസ്ഥനായ പരമപുരുഷന് വേണ്ടി എല്ലാം നിറവേറ്റണം. അപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യരുത്, നല്ലതായാലും ചീത്തയായും. പക്ഷേ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം നിറവേറ്റണം. ഭഗവാനെ ലക്ഷ്യമാക്കി ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യണമെന്ന് നിർദ്ദേശം തരുന്ന ഭഗവത്ഗീത 9:27 വിവിധമുള്ള കർമ്മ നിർവഹണത്തിന് ഉപദേശിക്കുന്നു. അപ്പോ ഭഗവത്ഗീത 9-ാമത്തെ അധ്യായം 9-ലെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനെ ലക്ഷ്യമാക്കി ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കർമ്മം ചെയ്യേണ്ടത്. അങ്ങനെയായിരിക്കണം നമ്മുടെ കർമ്മ നിർവഹണം എന്നാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പോ നമ്മൾ ഈ 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ആഗ്രഹങ്ങൾ, അതായത് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം നമ്മൾ ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നല്ലതുമായിട്ടുള്ളതാകാം ചീത്തയുമായിട്ടുള്ളതാകാം. ആ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് വേണ്ടി വരുന്നു? അടുത്തൊരു ജന്മം നമുക്ക് 84 ലക്ഷത്തില് ഏതിൽ വേണമെങ്കിലും വന്ന് നമുക്ക് ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യാതെ ഭഗവാന് വേണ്ടിയിട്ട് മാത്രം കർമ്മം നിറവേറ്റുക. ഉടമസ്ഥനായ ഭഗവാന് വേണ്ടിയിട്ടും എല്ലാം നിറവേറ്റുക. ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യാതെ, അത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യാതെ പരമപുരുഷനായ ഭഗവാന് വേണ്ടിയിട്ട്
എല്ലാം നിറവേറ്റുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഇത്തരത്തിലുള്ള ബന്ധനത്തിലേക്ക് നമ്മൾ പോകില്ല. അപ്പൊ ഇത്തരത്തില് കർമ്മം നിർവഹിക്കണം എന്നാണ് ഭഗവത്ഗീതയിലും ഉപദേശിക്കുന്നത്. ആകയാൽ ഒരുവൻ ഇതം പ്രഥമമായി ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം. ശരിയായ സൂക്ഷ്മ പരിശോധനയുടെയും ശുദ്ധമായും പരിപൂർണമായും ശ്രവിച്ചതിന് ശേഷം ഭഗവത് കർമ്മങ്ങളെയും ലീലകളെയും പ്രകീർത്തിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും പ്രഥമമായിട്ട് ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം. പിന്നെ ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം. ശരിയായ സൂക്ഷ്മ പരിശോധനയുടെയും ശുദ്ധമായും പരിപൂർണമായും ശ്രവിച്ചതിന് ശേഷം ഭഗവത് കർമ്മങ്ങളെ കുറിച്ചും ലീലകളെ കുറിച്ചും പ്രകീർത്തിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കർമ്മങ്ങളെ കുറിച്ചും, അതായത് ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭഗവാന്റെ പ്രവൃത്തികൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കീർത്തിക്കണം. അപ്രകാരമാകിയാൽ ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവത്തെക്കുറിച്ച് അഥവാ ദിവ്യ പ്രകൃതിയെക്കുറിച്ച് നിരന്തരം സ്മരിക്കുവാൻ ഒരുവന് സാധ്യമായി തീരും. അപ്പൊ നമ്മള് ഭഗവാനെ കുറിച്ച് കീർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? എപ്പോഴും നമുക്ക് ഭഗവാനെ സ്മരിക്കാനും സാധിക്കും. ഭഗവാനെ പ്രകീർത്തിക്കുന്നതും ഭഗവാനെ കുറിച്ച് ശ്രവിക്കുന്നതും ഭഗവാന്റെ ദിവ്യ പ്രകൃതിക്ക് തുല്യമാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ദിവ്യ പ്രകൃതിക്ക് തുല്യം തന്നെയാണ്. അപ്രകാരം ഒരുവൻ സദാ ഭഗവത് സംസർഗത്തിലായിരിക്കും. അപ്പൊ ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഭഗവാന്റെ സംസർഗത്തിൽ തന്നെയായിരിക്കും എപ്പോഴും. ഇത് സർവ്വവിധ ഭയങ്ങളിൽ നിന്നും മുക്തി നൽകുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവ് ഭഗവാനാകുന്നു. ആകയാൽ മേൽപ്പറഞ്ഞ ശ്രവണ കീർത്തന പ്രക്രിയയിലൂടെ സ്വസൃഷ്ടിയിലുള്ള സർവ്വതിനെയും സ്വസംസർഗത്തിനായി ഭഗവാൻ ക്ഷണിക്കുന്നു. ഭഗവത് ശ്രവണ കീർത്തന പ്രക്രിയ ഏവർക്കും ബാധകമാണ്. മാത്രമല്ല ഈശ്വരേച്ഛയാൽ നിയോഗിക്കപ്പെടുന്ന എല്ലാറ്റിലും ഇത് ഒരുവനെ അന്തിമ വിജയത്തിലേക്ക് നയിക്കും. ഇവിടെ പറയുന്നത് അപ്പൊ ഭഗവാന്റെ നാമരൂപ ഗുണലീലകളും ഒന്നും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്രകാരം ഒരുവൻ എപ്പോഴും എന്തിലിരിക്കും? ഭഗവാനുമായിട്ട് സംസർഗത്തിലായിരിക്കും എപ്പോഴും. അപ്പൊ ഈ വിധത്തില് ഭയങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തില് സർവ്വവിധത്തിലുള്ള ഭയങ്ങളിൽ നിന്നും മുക്തി നൽകാനായിട്ട് ഒരുവനെ സഹായിക്കുന്നതാണ്. ഭയങ്ങളിൽ നിന്നെല്ലാം മുക്തി നൽകാനായിട്ട് എല്ലാ ജീവജാലങ്ങളിലൂടെ ഹൃദയത്തിലും കുടികൊള്ളുന്ന പരമാത്മാവാണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ രീതിയിൽ ശ്രവണ കീർത്തന പ്രക്രിയയിലൂടെ ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും? സർവ്വതിന്റെയും സ്വസംസർഗത്തിനായിട്ട് ഭഗവാൻ ക്ഷണിക്കും. അപ്പൊ സ്വസൃഷ്ടിയിലുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവ് ഭഗവാനാണ്. ആകയാൽ മേൽപ്പറഞ്ഞ ശ്രവണ കീർത്തന പ്രക്രിയയിലൂടെ എന്ത് സാധിക്കാണ്? സ്വസൃഷ്ടിയിലുള്ള സർവ്വതിനെയും സംസർഗത്തിനായി ഭഗവാൻ ക്ഷണിക്കുന്നു. അപ്പൊ നമ്മൾ ശ്രവണം കീർത്തന സ്മരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ തന്നെ നമ്മളെ ക്ഷണിക്കുകയാണ്. എന്ത്? സ്വന്തം സൃഷ്ടിയിലുള്ള സർവ്വതിനെയും സ്വന്തം സംസർഗത്തിനായിട്ട് ഭഗവാനുമായിട്ടുള്ള സംസർഗത്തിന് ഭഗവാൻ തന്നെ അവസരം ഉണ്ടാക്കി തരും. ഭഗവത് ശ്രവണ കീർത്തന പ്രക്രിയ ഏവർക്കും ബാധകമാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, കീർത്തിക്കുക, സ്മരിക്കുക, ഇത് എല്ലാവർക്കും ബാധകമാണ്. മാത്രമല്ല ഈശ്വരേച്ഛയാൽ നിയോഗിക്കപ്പെടുന്ന എല്ലാറ്റിലും ഇത് ഒരുവനെ അന്തിമ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം എന്ത് സാധിക്കും? ഭഗവാന്റെ ഇച്ഛയാൽ നിയോഗിക്കപ്പെടുന്ന എല്ലാറ്റിലും ഒരു വ്യക്തിയെ എന്തിലേക്ക് നയിക്കും? അന്തിമ വിജയത്തിലേക്ക് നയിക്കും. അപ്പൊ അന്തിമ വിജയം എന്ന് വെച്ചാൽ എന്താണത്? ഭഗവാനുമായിട്ടുള്ള ഒരു സംസർഗം നമുക്ക് ലഭിക്കും. കാമ്യകർമ്മികൾ, പ്രായോഗിക പരിജ്ഞാനത്തിൽ അധിഷ്ഠിതരായ തത്വജ്ഞാനികൾ, നിഗൂഢ യോഗികൾ, അന്തിമമായി പരിശുദ്ധ ഭക്തന്മാർ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിലുള്ള മനുഷ്യരുണ്ട്. ഉദ്ദിഷ്ട വിജയം പ്രാപ്തമാക്കുന്നതിന് ഇവർക്ക് എല്ലാവർക്കും ബാധകമായ ഒരേ തരം പ്രക്രിയ ഇത് തന്നെയാണ്, ഭഗവത് ശ്രവണവും കീർത്തനവും. അപ്പോ ഇപ്പൊ നമ്മൾ 4 തരം കാറ്റഗറിയെ കുറിച്ചുകൂടെ പറയാണ്. കാമ്യകർമ്മികള്, അതുപോലെ തന്നെ പ്രായോഗിക പരിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ തത്വജ്ഞാനികള്, നിഗൂഢ യോഗികള്, അന്തിമമായിട്ട് പറയുന്ന പരിശുദ്ധ ഭക്തന്മാര്. ഈ പറഞ്ഞ ഈ 4 വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉദ്ദിഷ്ട വിജയം പ്രാപ്തമാക്കാൻ, അതായത് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ അവർക്കെല്ലാം ബാധകമായിട്ടുള്ള പ്രക്രിയ ഏത് തന്നെയാണ്? ഭഗവത് ശ്രവണവും കീർത്തനവും തന്നെയാണ്. ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, അതുപോലെ തന്നെ കീർത്തനം, ഇത് തന്നെയാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു പ്രക്രിയ. എല്ലാവിധ ഭീതികളിൽ നിന്നും മുക്തരാകാനും ജീവിതത്തിലെ സകലവിധ ദോഷങ്ങളും സുഖ സൗകര്യങ്ങളും പൂർണ്ണമായി അനുഭവിക്കാനും ഏവരും ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണ്? എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്ന് നമുക്ക് മോചനം വേണം. പിന്നെ ജീവിതത്തിലെ സകലവിധ സന്തോഷങ്ങളും സുഖ സൗകര്യങ്ങളും പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കണം. ഇത്
ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇത് കൈവരിക്കാനുള്ള സമഗ്രമായ പ്രക്രിയ മഹാപ്രമാണികനായിട്ടുള്ള ശ്രീ ശുഗത ഗോസ്വാമിയുടെ വാക്കുകളിലൂടെ ആവിഷ്കരിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വിശദമാക്കിയിരിക്കുന്നു. അപ്പൊ ഇതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നതാണ് ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞത്. എന്താണ്? ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, സ്മരിക്കുക, ശ്രവിക്കുക. ഭഗവത് ശ്രവണ കീർത്തനങ്ങളിലൂടെ ഒരുവന്റെ എല്ലാ പ്രവർത്തികളും ആത്മീയവൽക്കരിക്കപ്പെടുന്നു. അപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും എന്താവാണത്? ആത്മീയവൽക്കരിക്കപ്പെടാണ് ചെയ്യുന്നത്. അപ്രകാരം ഭൗതിക ദുരിതങ്ങളെ കുറിച്ചുള്ള എല്ലാ ധാരണകളും പൂർണ്ണമായും ഇല്ലാതായി തീരുന്നു. അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന ഭൗതികമായ രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും ഭഗവാനെ കുറിച്ച് കീർത്തിച്ചും സ്മരിച്ചും ശ്രവിച്ചുകൊണ്ടാണ് ആ വ്യക്തി ചെയ്യുന്നതെങ്കിൽ അതെന്താകും? ആത്മീയവൽക്കരിക്കപ്പെടും. അപ്രകാരം ഭൗതികമായിട്ടുള്ള ദുരിതങ്ങളെ കുറിച്ചുള്ള എല്ലാ ധാരണകളും പൂർണ്ണമായിട്ട് ഇല്ലാതായിത്തീരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, കീർത്തിക്കുക, ശ്രവിക്കുക. അങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവൃത്തികള്. ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. നമ്മുടെ ഇന്ദ്രിയ സന്തോഷം അല്ല നമ്മൾ നോക്കുന്നത്, ഭഗവാന്റെ ഇന്ദ്രിയ സംതൃപ്തിയാണ് നോക്കേണ്ടത്. അതാണ് മാനവ ജന്മത്തിന്റെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് തന്നെ. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ ഏതാവാൻ സംഖ്യയോഗ്യാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭ പരപുംസാം അന്ത്യേ നാരായണ സ്മൃതി. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭ പരാപുംസാം അന്ത്യേ നാരായണ സ്മൃതി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ സാഖ്യയോഗാഭ്യാം ജന്മലാഭ പരാപും അന്തേ നാരായണ സ്മൃതി. സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭ പരാപുംസാം അന്തേ നാരായണ സ്മൃതി. ഏതവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ പരാപുംസാം അന്തേ നാരായണ. ഹരേ കൃഷ്ണ. ഏതാവാൻ ഇവയെല്ലാം സാഖ്യ ദ്രവ്യത്തെയും ആത്മാവിനെ കുറിച്ചുള്ള അപരിപൂർണ ജ്ഞാനം സാഖ്യയോഗം. യോഗാഭ്യാം യോഗശക്തികളെ കുറിച്ചുള്ള ജ്ഞാനം. സ്വധർമ്മം സവിശേഷമായ നിയുക്ത കർമ്മം. പരിനിഷ്ഠയ പൂർണമായ ഇന്ദ്രിയ ജ്ഞാനത്താൽ. ജന്മ ജന്മം. ലാഭ ലാഭം. പരമമായത്. പുംസാം ഒരു വ്യക്തിയുടെ. അന്ത്യേ അന്ത്യത്തിൽ. നാരായണ പരമദിവ്യോത്തമ പുരുഷൻ. സ്മൃതി സ്മരണം. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം ദ്രവ്യത്തെയും ആത്മാവിനെ സംബന്ധിച്ച സമഗ്ര ജ്ഞാനം പ്രാപ്തമാക്കിയും, അതായത് സാഖ്യയോഗം ദ്രവ്യത്തെയും ആത്മാവിനെ സംബന്ധിച്ച സമഗ്ര ജ്ഞാനം പ്രാപ്തമാക്കിയും നിഗൂഢ യോഗ ശക്തികൾ പരിശീലിച്ചും. അപ്പൊ യോഗ ശക്തികൾ പരിശീലിച്ചുകൊണ്ടും സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും, വർണ്ണാശ്രമ ധർമ്മത്തിലെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും അഥവാ നിയുക്ത കർമ്മം പരിപൂർണമായി നിറവേറ്റിയും മാനവ ജീവിതത്തിന്റെ പരമമായ പരിപൂർണത പ്രാപ്തമാക്കുന്നത് ജീവിത ആന്ത്യത്തിൽ എന്തിനാണ്? പരമദിവ്യോത്തമ പുരുഷനെ സ്മരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിന്റെ അവസാനത്തില് അന്ത്യേ നാരായണ സ്മൃതി പറഞ്ഞല്ലേ, ജീവിതത്തിന്റെ അവസാനത്തില് ആ പരമദിവ്യോത്തമ പുരുഷനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഖ്യയോഗം സാഖ്യയോഗം ചെയ്യുന്നതും, പിന്നെ അതുപോലെ തന്നെ യോഗാശക്തികൾ പരിശീലിക്കുന്നത്, സ്വധർമ്മം അനുഷ്ഠിക്കുന്നത്, വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം ചെയ്യുന്നതും, അതുപോലെ തന്നെ നിയുക്ത കർമ്മം പരിപൂർണമായിട്ട് നിറവേറ്റുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ജീവിതത്തിന്റെ അവസാനം ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് ഇവിടെ ഈ ശ്ലോകത്തില് പറയുന്നത്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. നാരായണൻ ഭൗതിക സൃഷ്ടിക്കും അതീതനായ ദിവ്യ പുരുഷനാണ്. സർവ സൃഷ്ടിയും സ്ഥിതിയും ആത്യന്തികമായ സംഹാരവുമെല്ലാം ഭൗതിക ലോകം എന്ന് വിശേഷിപ്പിക്കുന്ന മഹത്തത്വത്തിന്റെ, അതായത് ഭൗതിക തത്വത്തിന്റെ പരിധിക്കുള്ളിലാണ്. നാരായണ അസ്തിത്വം, അതായത് നാരായണൻ അഥവാ പരമദിവ്യോത്തമ പുരുഷൻ നിലകൊള്ളുന്നത് ഈ മഹത്വത്വത്തിന്റെ അധികാര അതിർത്തിക്കുള്ളിലല്ല. ആകയാൽ ഭഗവാൻ നാരായണന്റെ നാമരൂപഗുണ ലീലകളൊക്കെയും ഭൗതിക ലോകത്തിന്റെ അധികാര പരിധിക്ക് അതീതമാണ്. ദ്രവ്യത്തെയും ആത്മാവിനെയും വിവേചിക്കുന്ന പ്രായോഗിക പരിജ്ഞാന ദർശനങ്ങളുടെ പ്രകൽപ്പനങ്ങളോ നിയാമകമായി പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനപ്പുറത്തോ എത്തിച്ചേരാൻ നിഗൂഢമായ യോഗാശക്തികൾ അഭ്യസിക്കുന്നതിലൂടെയോ മതാധിഷ്ഠമായ കർത്തവ്യ നിർവഹണത്തിലൂടെയോ ഒരുവനെ പരമമായ പരിപൂർണതാവസ്ഥ പ്രാപ്തമാക്കണമെങ്കിൽ അവൻ നിരന്തരം നാരായണ സ്മൃതി ഉള്ളവനായി തീരണം.
ഇപ്പൊ ഇവിടെ പറയുന്നത് നാരായണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക സൃഷ്ടിക്ക് അതീതനായിട്ടുള്ള ദിവ്യ പുരുഷനാണ് ആര്? നാരായണൻ എന്ന് പറയുന്നത്. സർവ സൃഷ്ടിയും സ്ഥിതിയും അതുപോലെ തന്നെ സംഹാരവും എല്ലാം എങ്ങനെയാണ്? ഭൗതിക ലോകം എന്ന് വിശേഷിപ്പിക്കുന്ന ആ മഹത് തത്വത്തിന്റെ പരിധിക്കുള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ഭൗതിക തത്വത്തിന്റെ പരിധിക്കുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഭൗതിക ലോകം എന്ന് വിശേഷിപ്പിക്കുന്ന മഹത്വത്തിന്റെ പരിധിക്കുള്ളിലാണ്. അപ്പൊ അതായത് നാരായണ അസ്തിത്വം, അതായത് നാരായണൻ അല്ലെ പരമദിവ്യോത്തമ പുരുഷൻ നിലകൊള്ളുന്നത് എവിടെയാണ്? ഈ മഹത്വത്തിന്റെ അധികാര അതിർത്തിക്കുള്ളിലല്ല ആര് സ്ഥിതി ചെയ്യുന്നത്? നാരായണനുള്ളത്. നാരായണൻ നിലകൊള്ളുന്നത് ഈ മഹത്വത്തിന്റെ അധികാര അതിർത്തിക്കുള്ളിലല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ നാരായണന്റെ നാമരൂപ ഗുണലീലകളൊക്കെയും ഭൗതിക ലോകത്തിന്റെ അധികാര പരിധിക്ക് അതീതമാണ്. നമുക്കറിയാം ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെല്ലാം എങ്ങനെയാണ്? ഭൗതിക ലോകത്തിന്റെ അധികാര പരിധിക്കും അതീതമായിട്ടുള്ളതാണ്. ദ്രവ്യത്തെയും ആത്മാവിനെയും വിവേചിക്കുന്ന പ്രായോഗിക പരിജ്ഞാന ദർശനങ്ങളുടെ പ്രകല്പനങ്ങളോ അതേപോലെ തന്നെ അതായത് സാഖ്യയോഗത്തിന്റെ പ്രകല്പനങ്ങള് നിയാമകമായി പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനപ്പുറത്തോ എത്തിച്ചേരാൻ നിഗൂഢമായി യോഗാശക്തികൾ അഭ്യസിക്കുന്നതിലൂടെയോ മതാധിഷ്ഠമായ കർത്തവ്യ നിർവഹണത്തിലൂടെയോ അതായത് വർണ്ണാശ്രമ വ്യവസ്ഥകളിലൂടെയോ ഒരുവന് പരമമായ പരിപൂർണ അവസ്ഥ പ്രാപ്തമാക്കണമെങ്കിൽ അവൻ നിരന്തരം എന്ത് ചെയ്തിരിക്കണം? നാരായണ സ്മൃതി ഉള്ളവനായിരിക്കണം, ഭഗവാനെ സ്മരിക്കുന്നവരായിരിക്കണം. അതായത് സാഖ്യയോഗത്തിലൂടെ ആയാലും വർണ്ണാശ്രമ വ്യവസ്ഥകളിലൂടെ ആയാലും അതുപോലെ തന്നെ യോഗാശക്തികളിലൂടെയും എല്ലാറ്റിലൂടെയും എന്താ പറയണത്? യോഗാശക്തിയിലൂടെയും പരമമായ പരിപൂർണത അവസ്ഥ പ്രാപ്തമാക്കണമെങ്കിൽ ഒരുവൻ എന്ത് ചെയ്തിരിക്കണം? നാരായണ സ്മൃതി, ഭഗവാനെ സ്മരിക്കുന്നവനായിരിക്കണം. ധർമ്മശാസ്ത്രങ്ങളെ അനുശാസിച്ചിട്ടുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ അനുസരിച്ച് എല്ലാ ജ്ഞാനികളുടെയും യോഗികളുടെയും കർമ്മങ്ങളുടെയും അതീന്ദ്രിയ കർമ്മങ്ങൾ പൂർത്തീകരണം നൽകാൻ കഴിവുള്ള ശുദ്ധ ഭക്തന്മാരുടെ സംസർഗത്താൽ മാത്രമേ ഇത് സാധ്യമാകൂ. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിവിഷ്ടമായതിനു ശേഷം മാത്രം ആത്മീയ പരിപൂർണത കൈവരിച്ച നിരവധി ചരിത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്. സനകാദികളും വിഖ്യാതരായ 9 യോഗീന്ദ്രന്മാരും അപ്രകാരം പരിപൂർണത പ്രാപ്തമാക്കിയവരാണ്. ഭഗവത് ഭക്തന്മാരിൽ ആരും തന്നെ ഭക്തിയുത മാർഗത്തിൽ നിന്നും ജ്ഞാനികളും യോഗികളും സ്വീകരിച്ച മറ്റു മാർഗങ്ങളിലേക്ക് ഒരിക്കലും വ്യതിചരിച്ചിട്ടില്ല. ഏവരും അവരുടെ ക്ലിപ്തമായ കർമ്മങ്ങളിൽ പരമമായ പരിപൂർണത പ്രാപ്തമാക്കുന്നതിൽ ഉത്സുകരാണ്. ആ പരിപൂർണത നാരായണ സ്മൃതിയാണെന്നും അതിനായി ഏവരും തങ്ങളുടെ കഴിവിന്റെ പരമാവധി യത്നിക്കണമെന്നും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അന്യഥാ ജീവിതത്തിന്റെ ഓരോ പടവിലും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിക്കാനുള്ള കഴിവുണ്ടാകത്തക്ക വിധം ജീവിതത്തെ വാർത്തെടുക്കണം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ അന്ത്യത്തിൽ നമുക്ക് എന്ത് വേണം? നാരായണ സ്മൃതി ഉള്ളവനായിരിക്കണം. അപ്പൊ ധർമ്മശാസ്ത്രങ്ങളിൽ അനുസരിച്ചിട്ടുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ അനുസരിച്ച് എല്ലാ ജ്ഞാനികളുടെയും യോഗികളുടെയും കർമ്മികളുടെയും അതീന്ദ്രിയ കർമ്മങ്ങൾക്ക് പൂർത്തീകരണം നൽകാൻ കഴിവുള്ള ശുദ്ധ ഭക്തന്മാരുടെ സംസർഗത്താൽ മാത്രമേ നമുക്ക് എന്ത് സാധ്യമുള്ളൂ? ഇത് സാധിക്കുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ അനുസരിച്ച് നമുക്ക് നാരായണ സ്മൃതി ഉണ്ടാവണമെങ്കിൽ ശാസ്ത്രത്തിൽ പറയുന്ന നിർദ്ദിഷ്ട കർമ്മങ്ങൾ അനുസരിക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജ്ഞാനികളായാലും യോഗികളായാലും കർമ്മികളായാലും അവരുടെ അതീന്ദ്രിയ കർമ്മങ്ങൾക്ക് പൂർത്തീകരണം നൽകാനായിട്ട് കഴിവുള്ള ആരുടെ സംസർഗവും കൂടി വേണം? ശുദ്ധ ഭക്തന്മാരുടെ സംസർഗം, അതായത് സത്സംഗം കൂടി നമുക്ക് അത്യാവശ്യമാണ്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിവിഷ്ടമായതിനു ശേഷം മാത്രം ആത്മീയ പരിപൂർണത കൈവരിച്ച നിരവധി ചരിത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ ഭക്തിയുത സേവനം ചെയ്തത് കൊണ്ട് മാത്രം ആ പരിപൂർണതയിലേക്ക് എത്താൻ സാധിച്ച നിരവധി ചരിത്ര ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പറയും. ഇപ്പൊ നമ്മൾ ശ്രവണം, കീർത്തനം അതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ എന്താണ്? ഭക്തിയുത സേവനത്തിലൂടെയാണ്. ഭഗവാന് സേവനം ചെയ്തുകൊണ്ട് എന്തിലെത്തിയവരാണ്? പരിപൂർണത കൈവരിച്ചവരാണ്. അതുപോലെ തന്നെ സനകാദികള്, വിഖ്യാതരായ 9 യോഗീന്ദ്രന്മാര് അപ്രകാരം പരിപൂർണത പ്രാപ്തമാക്കിയവരാണ്. ഇവരൊക്കെ സനക, സനാതന, സനന്ദ, സനൽകുമാരന്മാര് അവരെങ്ങനെയാണ്? ഭഗവാൻ അർപ്പിച്ച മാല മണത്തത് കൊണ്ട് അല്ലെ, അങ്ങനെ അവർ ഇതിലേക്ക് വന്നതാണ്? ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൂടെ അവര് ഈ ഭക്തിയിലേക്ക് വന്നവരാണ്.
ഭഗവാനെ ആരാധിക്കാനായിട്ട് തുടങ്ങിയവരാണ് അവര്. പിന്നെ വിഖ്യാതരായിട്ടുള്ള 9 യോഗീന്ദ്രന്മാര്, ഇവരൊക്കെ പരിപൂർണത പ്രാപ്തമാക്കിയവരാണ്. അപ്രകാരം തന്നെ പരിപൂർണത പ്രാപ്തമാക്കിയവരാണ് ഇവരെല്ലാം. ഭഗവത് ഭക്തന്മാരിൽ ആരും തന്നെ ഭക്തിയുത മാർഗത്തിൽ നിന്നും ജ്ഞാനികളും യോഗികളും സ്വീകരിച്ച മറ്റു മാർഗങ്ങളിലേക്ക് ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. അപ്പൊ ഭക്തന്മാരൊരിക്കലും എന്തിലേക്ക് പോയിട്ടില്ല? ഈ ജ്ഞാനികളും യോഗികളും സ്വീകരിച്ച മാർഗത്തിലേക്ക് ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. ഏവരും അവരുടെ ക്ലിപ്തമായ കർമ്മങ്ങളിൽ പരമമായ പരിപൂർണത പ്രാപ്തമാകുന്നതിൽ ഉത്സുകരാണ്. അപ്പൊ എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭക്തന്മാരെ അവര് നിശ്ചയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവത് സേവനങ്ങൾ ചെയ്തുകൊണ്ട്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ പരിപൂർണത പ്രാപ്തമാക്കുന്നത് ഉത്സുകരാണ് ആര്? ഭക്തന്മാർ. ആ പരിപൂർണത നാരായണ സ്മൃതിയാണെന്നും അതിനായി ഏവരും തങ്ങളുടെ കഴിവിന്റെ പരമാവധി യത്നിക്കണമെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ പരിപൂർണത എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക. ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ യത്നിക്കുക. ഇതാണ് നമ്മൾ ഈ ശ്ലോകത്തില് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അന്യഥാ ജീവിതത്തിന്റെ ഓരോ പടവിലും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിക്കാനുള്ള കഴിവുണ്ടാകത്തക്ക വിധം ജീവിതത്തെ വാർത്തെടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും നമുക്ക് ഭഗവാനെ സ്മരിക്കാനുള്ള കഴിവുണ്ടാകണം. അത്തരത്തിൽ നമ്മളെ ജീവിതത്തെ വാർത്തെടുക്കണം. അതായത് നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തികളും. അത്തരത്തില് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കാണ് നമ്മൾ വേണ്ടത്. ഭഗവത്ഗീതയിലും പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാനെ സ്മരിക്കാത്ത ഒരു സമയം പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത്തരത്തിലായിരിക്കണം നമ്മളെ ജീവിതത്തെ നമ്മൾ വാർത്തെടുക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഹരികൃഷ്ണ മധോജ സാനകാദി മുനികളുടെ എന്താ പറഞ്ഞ? അവരെന്താ മാലയുടെ കാര്യം പറഞ്ഞ? മനസ്സിലായി. ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. ഭക്തിരസാമൃതസിൽ പഠിച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ശ്ലോകം 7. പ്രായേണ മുനയോ രാജൻ നിവർത്തി വിധിഷേദഃ നൈർഗുണ്യസ്തരമന്തെ സ്മ ഗുണാനുകഥനേ ഹരേഃ. പ്രായേണ മുനയോ രാജൻ നിവർത്ത വിധിഷേദഃ നൈർഗുണ്യസ്തരമന്തെ സ്മ ഗുണാനുകഥനേ ഹരേഃ. ചൊല്ലിക്കോളൂ. മുനയോ രാജൻ നിവൃത്താവിധിഷേദാനൈർഗുണ്യസ്മൈ ഗുണാനുകഥനേ ഹരേഃ. പയേണ മുനയോ രാജൻ നിവൃത്താവിധിഷേദാനൈർഗുണ്യസ്മൈ ഗുണാനുകഥനേ ഹരേഃ. ഏന മുനയോ രാജൻ നിവൃത്തോ വിധിഷേദാനൈർഗുണ്യസ്മൈ ഗുണാനുകഥനേ ഹരേഃ. ഹരേ കൃഷ്ണ. പ്രായേണ മുഖ്യമായും, മുനയ എല്ലാ മുനിമാരും, രാജൻ അല്ലയോ രാജാവേ, നിവൃത്ത മുകളിൽ, വിധി യമനിയമങ്ങൾ, സ്വോധത നിയന്ത്രണങ്ങളിൽ നിന്നും, നൈർഗുണ്യസ്ഥ അതീന്ദ്രിയമായി സ്ഥിതി ചെയ്തു, രമന്തെ ആനന്ദിക്കുക, സ്മ സ്പഷ്ടമായിട്ട്, ഗുണ അനുകഥനെ മഹാത്മ്യങ്ങൾ അതായത് കീർത്തികൾ വിശദീകരിക്കുക, ഹരേ ഭഗവാന്റെ, വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദിക്ക് ജയ്. വിവർത്തനം അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, മുഖ്യമായും യമനിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അതീതരായ ഉന്നത അതീന്ദ്രിയവാദികൾ ഭഗവത് മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്നതിൽ ആനന്ദിക്കുന്നു. അപ്പൊ ഇവിടെ സുഖദേവ മഹർഷി പറയാണ്, പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയാണ്, മുഖ്യമായിട്ടും യമനിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അതീതരായിട്ടുള്ള ഉന്നതനായിട്ടുള്ള അതീന്ദ്രിയവാദികള് എന്ത് ചെയ്യാണ്? ഭഗവാന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്നവരാണ് ആര്? ഈ പറഞ്ഞ അതീന്ദ്രിയവാദികള്. ഭഗവാന്റെ മഹാത്മ്യങ്ങളും അതുപോലെ തന്നെ നാമഗുണ ലീലകളെല്ലാം വർണ്ണിക്കുന്നതിലെ ആനന്ദം കൊള്ളുന്നവരാണ് അതീന്ദ്രിയവാദികൾ എന്നിവിടെ പരീക്ഷിത്ത് മഹാരാജാവിനോട് ശുകദേവ മഹർഷി പറയാണ്. ഭാവാർത്ഥം ശീലപ്രഭുപാദിക്ക് ജയ്. ഉത്തുംഗരായ അതീന്ദ്രിയവാദികൾ മുക്താത്മാക്കളാകയാൽ യമനിയമങ്ങളുടെ അധികാര ഉള്ളിലല്ല. അപ്പൊ ഉത്തുംഗരായിട്ടുള്ള അതീന്ദ്രിയവാദികൾ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവര് എങ്ങനെയാണ്? അവര് യമനിയമങ്ങളുടെ അധികാര പരിധിയിലുള്ളവരല്ല അവരെന്ന് പറയണം. അവര് മുക്താത്മാക്കളാണ്. അവരൊക്കെ മുക്താത്മാക്കളായതുകൊണ്ട് തന്നെ അവരാരും യമനിയമങ്ങളുടെ അതീന്ദ്രിയ പരിധിയില് ഉള്ളവരല്ല, അധികാര പരിധിയിലുള്ളവരല്ല. ആത്മീയ തലങ്ങളിലേക്ക് പുരോഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ
ഭക്തന് ആത്മീയാചാര്യൻ യമനിയമങ്ങൾക്ക് വിധേയമായി മാർഗനിർദ്ദേശം നൽകുന്നു. ഔഷധങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ചികിത്സിക്കപ്പെടുന്ന രോഗിയോട് അദ്ദേഹത്തെ സാമ്യപ്പെടുത്താം. അതീന്ദ്രിയ ലീലകൾ വർണ്ണിക്കുന്നതിൽ മുക്താത്മാക്കളും പൊതുവെ ആനന്ദിക്കുന്നു. മേൽ പ്രസ്താവിച്ച വിധം പരമദിവ്യോത്തമ പുരുഷനായ നാരായണൻ ഹരി ഭൗതിക സൃഷ്ടിക്ക് അതീതനാകിയാൽ അദ്ദേഹത്തിന്റെ നാമരൂപഗുണ ലീലകൾ ഭൗതികമല്ല. പരമോന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ ഉത്കർഷമായ പ്രായോഗിക പരിജ്ഞാനത്താൽ ഭഗവാനെ പൂർണ്ണമായി ഗ്രഹിക്കുന്നു. ആകയാൽ അവർ ഭഗവത് ലീലകളുടെ അതീന്ദ്രിയ ഗുണങ്ങളെ സംബന്ധിക്കുന്ന സംവാദത്തിൽ ആനന്ദിക്കുന്നു. ഇവിടെ പറയുന്നത് മുക്താത്മാക്കൾ ഒരിക്കലും എങ്ങനെയല്ല, യമനിയമങ്ങളുടെ അധികാര പരിധിക്കുള്ളിലുള്ളവരല്ല മുക്താത്മാക്കൾ. ഓൾറെഡി അവര് മുക്തി നേടിയവരാണ്. ആത്മീയ തലത്തിലേക്ക് പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യണം? ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് ആത്മീയ ആചാര്യൻ യമനിയമങ്ങൾക്ക് വിധേയമായിട്ട് മാർഗനിർദ്ദേശം നൽകും. അതായത് അപ്പോ ആത്മീയ തലത്തിലേക്ക് പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു ആചാര്യന്റെ നിർദ്ദേശപ്രകാരം എന്ത് പാലിച്ചിരിക്കണം? യമനിയമങ്ങളെല്ലാം പാലിച്ചിരിക്കണം. ഔഷധങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ചികിത്സിക്കപ്പെടുന്ന രോഗിയോട് അദ്ദേഹത്തെ സാമ്യപ്പെടുത്തുക. അതായത് ഇപ്പൊ നമുക്കറിയാവുന്നതാണ് അല്ലെ, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാല് ആ രോഗിക്ക് ഡോക്ടർ നിശ്ചയിക്കുന്ന രീതിയിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ രോഗിയുടെ അസുഖം മാറും. അതേപോലെ തന്നെയാണ് എന്ത്, ഇപ്പൊ ആചാര്യൻ പറയുന്ന പോലെ ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മള് പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തിലേക്ക് എത്താം? ആ മാർഗത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതീന്ദ്രിയ ലീലകൾ വർണ്ണിക്കുന്നതിൽ മുക്താത്മാക്കൾ പൊതുവെ ആനന്ദിക്കുന്നവരാണ്. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ വർണ്ണിക്കുന്നതില് ആർക്ക് വളരെ സന്തോഷാണ്? മുക്താത്മാക്കൾക്ക് വളരെ ആനന്ദം അനുഭവിക്കുന്നവരാണ് അവര്. മേൽ പ്രസ്താവിച്ച വിധം പരമദിവ്യോത്തമ പുരുഷനായ നാരായണൻ ഹരി ഭൗതിക സൃഷ്ടിക്ക് അതീതനാകിയാൽ അദ്ദേഹത്തിന്റെ നാമരൂപഗുണ ലീലകളൊന്നും തന്നെ എന്തല്ല, ഭൗതികമല്ല. ഭഗവാൻ ആരാണ്? ഭഗവാൻ അതീന്ദ്രിയനാണ്. അപ്പൊ അതേപോലെ തന്നെ ഭഗവാന്റെ നാമരൂപഗുണ ലീലകളും എങ്ങനെയായിരിക്കും? അതീന്ദ്രിയമായിരിക്കും. അതൊന്നും ഭൗതികമല്ല. പരമോന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ ഉത്കർഷമായ പ്രായോഗിക പരിജ്ഞാനത്താൽ ഭഗവാനെ പൂർണ്ണമായിട്ടും ഗ്രഹിക്കുന്നു. അപ്പൊ അതീന്ദ്രിയ ജ്ഞാനികൾക്ക് എന്ത് സാധിക്കും? ഭഗവാനെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനായിട്ട് അതീന്ദ്രിയ ജ്ഞാനികൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ ഭഗവാന്റെ നാമരൂപ ഗുണലീലകളുടെ സംബന്ധിക്കുന്ന സംവാദത്തില് ആനന്ദിക്കും. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, തുഷ്യന്തിച്ച രമന്തിച്ച എന്ന് വെച്ചാൽ ഭക്തന്മാര് തമ്മില് ഭഗവാനെ കുറിച്ച് പറഞ്ഞ് അവർ പരസ്പരം ആനന്ദം അനുഭവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും പറയുന്നത് തന്നെയാണ്, അതീന്ദ്രിയ ജ്ഞാനികള്, അതീന്ദ്രിയവാദികള് അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനികൾ എന്ത് ചെയ്യാണ്? ഭഗവാന്റെ നാമരൂപ ഗുണലീലകളുടെ സംബന്ധിക്കുന്ന സംവാദത്തില് ആനന്ദിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ ആവിർഭാവവും കർമ്മങ്ങളും ദിവ്യമാണെന്ന്, അതീന്ദ്രിയമാണെന്ന് സ്വയം പരമദിവ്യോത്തമ പുരുഷൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, ജന്മകർമ്മച്ചമേ ദിവ്യം. അതായത് ഭഗവാന്റെ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും എല്ലാം എങ്ങനെ പറയണത്? അതീന്ദ്രിയമാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. ആവിർഭാവങ്ങളും കർമ്മങ്ങളും എല്ലാം ദിവ്യമാണ്, അതീന്ദ്രിയമാണെന്ന് ഭഗവാൻ സ്വയം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭൗതിക ശക്തിയുടെ മായയ്ക്ക് അധീരരായ സാധാരണ മനുഷ്യർ ഭഗവാൻ നമ്മിൽ ഒരുവനെ പോലെയാണെന്ന് കരുതുന്നു. പക്ഷേ ഭൗതിക ശക്തിക്ക്, അതായത് ഭൗതികമായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ മായയ്ക്ക് അതീതരായിട്ടുള്ളവർ എന്താ ചിന്തിക്കുന്നത്? ഭഗവാനും നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മളിൽ ഒരുവനാണ് ഭഗവാൻ എന്നാണ് ആര് ചിന്തിക്കുന്നത്? ഇത്തരത്തില് ആ ഭൗതികമായിട്ടുള്ള ശക്തിക്ക് അല്ലെങ്കിൽ മായയ്ക്ക് അധീനരായിട്ടുള്ള മൂഢന്മാര് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമരൂപം തുടങ്ങിയ ദിവ്യ പ്രകൃതിയുടെ അതീന്ദ്രിയ സ്വഭാവത്തെ അംഗീകരിക്കാൻ അവർ വിസമ്മതിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്താ സംഭവിക്കുന്നത്? ഭഗവാന്റെ നാമരൂപ ഗുണലീലകള്, അതീന്ദ്രിയമായിട്ടുള്ള ഇത്തരം കാര്യങ്ങള് അംഗീകരിക്കാനായിട്ട് അവർക്ക് എന്താണ്, അവർ വിമുഖത കാണിക്കുകയാണ്. അവരതിനെ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് അവർ വിസമ്മതിക്കുകയാണ്. അവർക്ക് താല്പര്യമില്ല. പരമോന്നതരായ അതീന്ദ്രിയവാദികൾക്ക് ഭൗതികമായ യാതൊന്നിലും താല്പര്യമില്ല. നേരെ മറിച്ച് അതീന്ദ്രിയവാദികൾക്കാണെങ്കിലോ അവർക്ക് ഭൗതികമായ യാതൊരു കാര്യത്തിലും താല്പര്യമുണ്ടാകുന്നില്ല. ശ്രേഷ്ഠരായവർ ഭഗവത് കർമ്മങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം താല്പര്യം കാണിക്കുന്നത് ഭൗതിക ലോകത്തുള്ള നമ്മെ പോലെ ഒരുവനല്ല ഭഗവാൻ എന്നതിന്റെ വ്യക്തമായ തെളിവാണ് അത്. അപ്പോ ഈ അതീന്ദ്രിയവാദികള് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭഗവത് കർമ്മങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ആര് താല്പര്യം കാണിക്കുന്നത്? അതീന്ദ്രിയവാദികൾ താല്പര്യം കാണിക്കുന്നത്. അത് ഭൗതിക ലോകത്തുള്ള നമ്മളെ പോലുള്ള ഒരുവനല്ല ഭഗവാൻ എന്നതിന് തെളിവാണ് എന്ത്? അതീന്ദ്രിയവാദികള് ഭഗവാനെ കുറിച്ചുള്ള കർമ്മങ്ങളില് താല്പര്യം കാണിക്കുന്നത്.
പരമദിവ്യോത്തമ പുരുഷൻ പരമോന്നതനായ ഭഗവാൻ ഒരേ ഒരാളാണെന്നും അദ്ദേഹം ഒരേ സമയം തന്റെ നിഷ്കാമ ഭക്തരോടൊപ്പം അതീന്ദ്രിയ ലീലകളിൽ വ്യാപൃതനായിരിക്കുകയും ബലദേവന്റെ വിസ്തരണമായ പരമാത്മാവായിട്ട് സർവചരാചരങ്ങളുടെയും അന്തരംഗത്തിൽ കുടികൊള്ളുകയും ചെയ്യുന്നുവെന്ന് വേദസാഹിത്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ തന്റെ നിഷ്കാമ ഭക്തന്മാരോടൊപ്പം, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്ന അതീന്ദ്രിയവാദികളോടൊപ്പം, ഭഗവാന്റെ നിഷ്കാമ ഭക്തന്മാരോടൊപ്പം ഭഗവാൻ എന്ത് ചെയ്യാണ്? അതീന്ദ്രിയമായ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ബലദേവന്റെ രൂപവിസ്തരണം നമുക്കറിയാലോ. ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണമാണ് ആര്? ബലരാമൻ. ആ ബലരാമനിൽ നിന്നാണ് ബാക്കി എല്ലാ അവതാരങ്ങളും തുടങ്ങുന്നത്. അപ്പൊ ആ ബലരാമന്റെ വിസ്തരണമായിട്ടുള്ള പരമാത്മാവായിട്ട് സർവചരാചരങ്ങളുടെയും അന്തരംഗത്തിൽ കുടികൊള്ളുന്നുവെന്നും എന്തിൽ പറയുന്നുണ്ട്? വേദസാഹിത്യങ്ങളിൽ, ശാസ്ത്രങ്ങളിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നതാണത്. അതുകൊണ്ട് തന്നെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ പരമമായ പരിപൂർണത എന്നത് ഭഗവാന്റെ അതീന്ദ്രിയ ഗുണഗണങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നതിലും ശ്രവിക്കുന്നതിലും അനുഭവിക്കുന്ന ആനന്ദമാണ്. അപ്പോ അതീന്ദ്രിയ സാക്ഷാത്കാരം, അതിന്റെ പരമമായ പരിപൂർണത എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ കുറിച്ച് വർണ്ണിക്കുക, അതിനെക്കുറിച്ച് ശ്രവിക്കുക, അത് അനുഭവിക്കുന്ന ആനന്ദം, അത് തന്നെയാണ് അതീന്ദ്രിയ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അല്ലാതെ ഭഗവാൻ അമൂർത്തകനാണെന്ന് സമർത്ഥിക്കുന്ന അദ്വൈതവാദികൾ കാക്ഷിക്കുന്നത് പോലെ അമൂർത്തകമായിട്ടുള്ള ആ ബ്രഹ്മജ്യോതിസിൽ വിലയിക്കുന്നതല്ല. അല്ലാതെ നമ്മൾ എന്തല്ല, ആ ബ്രഹ്മത്തിൽ ലയിക്കുന്നതല്ല എന്ത് ഈ പറയുന്ന അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നത്. ദിവ്യനായ ഭഗവാന്റെ ഗുണവർണ്ണങ്ങളിലൂടെയാണ് അഥവാ കീർത്തികളിലൂടെയാണ് യഥാർത്ഥ അതീന്ദ്രിയ ആനന്ദം അനുഭവവേദ്യമാകുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ആനന്ദം, അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെല്ലാം വർണ്ണിക്കുന്നതിലൂടെയും ശ്രവിക്കുന്നതിലൂടെയും കീർത്തിക്കുന്നതിലൂടെയാണ് നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ നിരാകാര ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന തോന്നലിലല്ല. നിരാകാര ബ്രഹ്മം എന്ന് വെച്ചാൽ ഒരു പ്രകാശമാണ്. അതിനെ നമുക്കൊന്നും വർണ്ണിക്കാനുമില്ല, പറയാനും ഒന്നുമില്ല. അപ്പൊ അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഉന്നത നിലവാരം പ്രാപിക്കാത്ത അനുദ്ധരായ അതീന്ദ്രിയവാദികളുണ്ട്. ഭഗവാന്റെ ദിവ്യലീലകൾ വർണ്ണിക്കുന്നതിൽ അവർ ആനന്ദം അനുഭവിക്കുന്നില്ല. നേരെ മറിച്ച് ഭഗവാനിൽ ലയിച്ചു ചേരുക എന്ന ഏക ലക്ഷ്യത്തോടെ അത്തരം ലീലകളെ കുറിച്ച് അവർ ഔപചാരികമായി മാത്രം ചർച്ച ചെയ്യുന്നു. പക്ഷെ ചില അതീന്ദ്രിയവാദികൾ, ഇവിടെ പറയുന്നത് എന്താണ്? ഉന്നത നിലവാരം പ്രാപിക്കാത്ത അതീന്ദ്രിയവാദികളുണ്ട്. അവരെങ്ങനെയാണ്? ഭഗവാന്റെ ദിവ്യ ലീലകൾ വർണ്ണിക്കുന്നതിലല്ല അവർ ആനന്ദം അനുഭവിക്കുന്നത്. നേരെ മറിച്ച് അവർ ഭഗവാനിൽ ലയിച്ചു ചേരാൻ, അതായത് ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവര് ഔപചാരികമായിട്ട് മാത്രം ചർച്ച ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നില്ല? ആ ഫലം, ആ ആനന്ദം അനുഭവിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം എന്തു മാത്രമാണ്? ആ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപത രൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ ഭക്തവൃന്ദി കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, നിത്തായ് ഗൗരപ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ജയ കൃഷ്ണ. പ്രണാമം. പ്രണാമം മാതാജി.